എഞ്ചിനീയേഴ്സ് ഒക്കെ പുള്ളിയുടെ കയ്യിലുണ്ടത്രേ. നിന്നെ കണ്ട ഇപ്പൊ ഒന്ന് ചോദിക്കും കല്യാണം കഴിച്ചാണോന്ന്. ചോദിച്ചാ നീ പറഞ്ഞാ മാരേജ് ചെയ്തിട്ടില്ല. അയ്യോ, പിന്നെ അയാൾ വീട്ടിലേക്ക് കയറി വരും. അത് വരുമ്പോ നോക്കാം. അല്ല, ഈയിടക്ക് അമ്പലത്തിലൊന്നും കാണാറില്ലല്ലോ, ദേവന്മാരെയൊക്കെ അങ്ങ് മറന്നോ? ഞാൻ നടക്കട്ടെ ചേച്ചി. എന്താ പേര്? ഷൈനി. അതാ നല്ല ഷൈനി. നല്ല ഐശ്വര്യമുള്ള മുഖം. ആരാ? സ്വന്തക്കാരാ? താഴത്തെ ഫ്ലാറ്റ് താമസിക്കുന്നത്. പുതിയതായിട്ട് വന്നാണല്ലേ? അതെ. ഒരു ഡോക്ടർ കേസ് തൊട്ടുണ്ട്, അമേരിക്കയില. കയ്യോടെ പിടിച്ച കാര്യം നടക്കും. ഞാൻ അവരോട് പറയാം. ഏതാണ് കുറച്ചൊരു ബാക്കി കരച്ചില്ലല്ലോ. ഇതെന്താ ഒരുത്തൻ മാറുമ്പോ വേറെ ഒരുത്തൻ ടാറ്റ കമ്പനിയിലെ ഷിഫ്റ്റ് പോലെ. ഞാനല്ല, അവൾ അവിടുന്ന് ഇങ്ങോട്ട് കണ്ണുമൂക്കും കാണിച്ചതാ. എനിക്ക് ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. എന്തിന്? നിങ്ങളോട് ഈ കാലം വരെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള നിങ്ങളോട് മിണ്ടാണ്ടാണ് അന്യ വീട്ടിലുള്ള അവളോട് മിണ്ടാൻ പോകുന്നത്. പോയോ? ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിലേ ഇതുകൊണ്ട് തട്ടുന്ന പോലെ നിന്നെയും തട്ടും. ഹലോ, എങ്ങോട്ടായി വാണം വിട്ട പോലെ പോകുന്നത്? ബാങ്ക് മാനേജർ ഒന്ന് കാണണം. അവര് മോളിലില്ല, ഇപ്പൊ താഴെയുണ്ട്. ഓ, ആ, നമ്മളാരാ മനസ്സിലായില്ലോ? മിസ്റ്റർ മാലയോഗം. മാലയോഗം എന്ന് വെച്ചാല്? ബ്രോക്കർ. എന്തിന്റെ ബ്രോക്കർ? മാരേജ് ബ്രോക്കർ. അത് ശരി, അല്ല വേറൊന്നുമില്ല. എടാ, നീ ആ കുന്നുംപുറത്തെ കമലാക്ഷിയുടെ മോനെ നല്ല കിളി പോലത്തെ പെണ്ണാന്നും പറഞ്ഞു ഒരുത്തിയെ കൊണ്ട് കൊടുത്തില്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പം അവള് വേറൊരുത്തന്റെ കൂടെ പോയി. ഇതാന്നോടാ നിന്റെ കിളി പോലത്തെ പെണ്ണ്? എന്റെ പൊന്ന് ചേച്ചി, ഞാൻ സത്യകേടൊന്നും കാണിച്ചിട്ടില്ല. കിളി ഒരിടത്തും അധിക നേരം ഇരിക്കാറില്ല. മറ്റു പലയിടത്തും നല്ല തീറ്റ കാണുമ്പോ അത് അങ്ങോട്ട് പറന്നു പോകും. പിന്നെ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഹലോ, എന്താ പ്രശ്നം? കുട്ടിയെ കാണാൻ വന്നതാ. കുട്ടിയോ? ആ, കുട്ടി ഇവിടെ അല്ല, മേളില. ആ കുട്ടിയല്ല, ഇവിടത്തെ കുട്ടി, പെൺകുട്ടി. പെൺകുട്ടിയോ? ആ, എന്നെ മനസ്സിലായില്ലേ? മിസ്റ്റർ മാലയോഗം, മാരേജ് ബ്രോക്കർ. അത് ശരി. ഇരുന്നാട്ടെ. എനിക്ക് ആളെ മനസ്സിലായില്ല. ആ, പിന്നെ കുട്ടിയുടെ ജാതകവും ഫോട്ടോ ഒന്ന് വേണം. ഒരു ഡോക്ടർ ഉണ്ട്, അമേരിക്കയിലാ. ഡോക്ടർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ സാർ. ഇയാൾ എഞ്ചിനീയറാ, ഇറാഖിലാ, എണ്ണ കമ്പനിയിലാ ജോലി. പുള്ളിക്കാരൻ വിചാരിച്ച ഡീസലും പെട്രോളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. ഇത് IAS ജോർദാനിലാ. IAS ജോർദാനിലോ? ഇവിടെ IAS കിട്ടാത്തോണ്ട് ജോർദാനിൽ പോയെന്ന് മാത്രം. വലിയ ചിന്തയിലാണല്ലോ. അത് പെണ്ണ് കെട്ടാത്തിന്റെ വിഷമമാ. ഇയാൾ ആഫ്രിക്കയിലാ. ആദിവാസിയെ പോലെ ഉണ്ടല്ലോ ഗെറ്റപ്പ്. വാലും കൂടെ വെച്ചാ കൊരകനെ പോലെയാവും. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല സാറേ, ആള് നല്ല സുന്ദര കുട്ടപ്പനാ. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ഇതിലേത് വേണമെങ്കിലും സാറിന് പെങ്ങൾക്ക് യോജിക്കും. ഞാൻ പെങ്ങളോടൊന്ന് ചോദിക്കാം. പെങ്ങളെ, വലിയ നാണക്കാരിയാ. എല്ലാ പെമ്പിളരും അങ്ങനെയാ. ഇതിലാരെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്? നോക്ക്. എല്ലാം ചേട്ടന്റെ കണ്ടോ? ഇതാണ് തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികൾ. ഇതിലേതാ വേണ്ടത്? ഏത് വേണമെങ്കിലും താൻ സെലക്ട് ചെയ്തു. എല്ലാം തനിക്ക് വിട്ടുവന്നില്ല. അപ്പോ ആ ഫോട്ടോയും ജാതകം ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ജാതകം ഇല്ല, ഫോട്ടോ വേണമെങ്കിൽ നീ ആ ഫോട്ടോ എടുത്തേ. ഫോട്ടോ ഇപ്പൊ കിട്ടും. ഇത് കല്യാണ ഫോട്ടോ. അപ്പൊ ഡൈവേഴ്സി ആയിരിക്കും. അതെ, കല്യാണ ഫോട്ടോ തന്നെയാണ്. 6 മാസേ ആയുള്ള കല്യാണം കഴിച്ചത്. അതിനു മുമ്പ് തനിക്ക് അവളെ ഡൈവേഴ്സിയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റോഡിൽ കൂടി കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ കണ്ടാൽ പോരുത്. ചായ കുടിച്ചോളാം. ഈ ഏരിയയില് അമ്മമ്മയുടെ അല്ല, ഈ
കള്ളന്റെ കണ്ണിലാ പെട്ടത്. കള്ള ബെടുവാ പെട്രോൾ ഊറ്റിയാണല്ലേ? ഏയ്, ഞാൻ അങ്ങോട്ട് പെട്രോൾ ഒഴിക്കായിരുന്നു. ഓഹോ, ഇങ്ങനെയാണ് ഒഴിക്കുന്നത്. പക്ഷെ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ആ, ഇങ്ങനെ പെട്രോൾ ഒഴിക്കാൻ അറിഞ്ഞൂടല്ലേ? ആ, ഈ ഗൾഫ് കൺട്രീസിൽ മുഴുവനും ഇങ്ങനെയാണ് പെട്രോൾ ഒഴിക്കല്. ഇവിടെ എങ്ങനെയാണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓ, അപ്പൊ ഒരു സംശയം, അവിടെ ഉള്ളവരൊക്കെ ചോർന്നുന്നത് ഇതിലെയാണോ അതോ പെട്രോൾ ലീക്ക് ഉണ്ടെന്ന് റോയി സാർ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പോഴല്ലേ മനസ്സിലായത് ലീക്ക് ആരുടെ പോക്കറ്റിലേക്കാ പോകുന്നതെന്ന്? ഗുരുവായൂരപ്പനാണ് സത്യം, ഞാനിത് റോയി സാറിനോട് പറയും. കൃഷ്ണ കൃഷ്ണ ആ. കൃഷ്ണ, ചതിക്കല്ലേ. കാശിന്റെ ബുദ്ധിമുട്ടോട് ചെയ്തു പോയതാണ്. ദൈവത്താണ് സത്യം, ഇനി ഞാനിത് ചെയ്യൂല. ഉറപ്പ്? ഉറപ്പ്. കൃഷ്ണനാണ് സത്യം, നമ്മൾ ഒന്നല്ലേ. മേളത്തെ സാറും താഴത്തെ കൊച്ചമ്മയല്ലേ? മോളത്തെ കൊച്ചമ്മ അവിടെ കൊണ്ടോ? കാണുമായിരിക്കും. അല്ല, വലിയ വലിയ ആൾക്കാർക്ക് കാര്യമൊന്നും വലിയ പ്രശ്നമല്ല. ഇത് താഴത്തെ സാറ് മോളത്തെ കൊച്ചമ്മ കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. താനൊന്ന് തൂക്കി തരുന്നുണ്ടോ? അല്ല, വല്ലോന്റെ കാലത്ത് നമ്മളതിനെ ഈ തലയെടുത്ത് തൂക്കൊന്നും വേണ്ട, ആവശ്യമുള്ള എടുത്തോണ്ട് പോക്കൂ. ആ പെണ്ണുങ്ങളോട് ചോദിക്കാം, ഒന്ന് നിർത്തിക്കേ. ആ, എന്നാ തരണം? ഒന്ന് നിക്കണേ, ആ, ഇതും കൂടെ ഒന്ന് പിടിച്ചാ. ഓ, ഓ. ഇവരോട് ചോദിച്ചാലോ? ആ, വിമാനത്താവളത്തിലെ റോയിച്ചന്റെ വീട് ഏതാ? ദേ ആ കാണുന്നതാ. ആ. അവിടെ. അയ്യോ, ഇവരെങ്ങനെ അറിഞ്ഞു? അത് ജോത്സ്യരുടെ വീടായിരിക്കും. അത് ശരി. ഇതെന്നാണ്? നോക്കാം. കൂടാരം. പട്ടിയിലും കാണും. നീ ഉള്ളപ്പോ പിന്നെ വേറെ ഒരെണ്ണം എന്നത്തിനടി? ദേ ഞാൻ. അയ്യോ, എന്ത് വലിയ ബംഗ്ലാവ്. ആ, ആ, ആ. അയ്യ, ശരി, ശരി. അയ്യ. അയ്യോ, ദേ കാർ. ആ. പിന്നെ അതിനകത്തോട്ട് ഒന്ന് നോക്കിക്കോട്ടെ. ആ. അയ്യോ, ദേ ഇരിക്കാനൊക്കെ കസേരയാണ്. അല്ല, ബെഞ്ചിടാ. അത് ഞാൻ ബെല്ല. അയ്യ, കർത്താവേ, ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കുക? രണ്ടും കൂടി വല്ലയിടത്തും തെണ്ടാൻ പോയിരിക്കും. ആരാ? അയ്യോ, നീനകത്ത് നോണോ? ആണ്ടേ, എവിടെ? എല്ലാം എടുത്തു. ആ. എന്താ? ഞാൻ മാത്തച്ഛൻ, ഇവൾ അന്നാമ്മ, എന്റെ കെട്ടിയോളാ. ഇവിടെ താമസിക്കുന്ന റോയിയും പെണ്ണും പിള്ളയും ഇവിടെ ഇല്ലയോ? അവരിവിടെ ഇല്ലല്ലോ. അയ്യോ, ഷൈനയുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് നാട്ടിൽ പോയിരിക്കാം. എന്റെ യേശുവേ, നമ്മളിനി എന്നാ ചെയ്യും? അവരെന്ന് വരുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നേ? ഇന്നലെ പോയത്, ചിലപ്പോ ഇന്ന് വന്നേക്കും. ആഹാ, അവരൊന്നും പറഞ്ഞില്ലയോ ഞങ്ങൾ വരുന്ന കാര്യത്തെ പറ്റി? ഇല്ല. നിങ്ങൾ അവരുടെ ആരാ? എന്റെ അമ്മച്ചിയും റോയിയുടെ അമ്മച്ചിയും ചേട്ടത്തി അനിയത്തി മക്കളാ. അതായത് ഞാൻ അവന്റെ ചേട്ടനാ. സ്വന്തം ബന്ധമൊന്നും പറയണ്ട. ഇനിയിപ്പോ മണ്ണാർക്കാട്ടേക്ക് തിരിച്ചു പോകും വണ്ടിയും കിട്ടത്തില്ല. എന്റെ യേശോയെ, എന്നാ പണിയായി റോയിച്ചൻ കാണിച്ചേ? കണ്ടിട്ട് അത്യാവശ്യമുള്ളതാ. ആ. ഇനിയിപ്പോ എന്നായോ അന്നാമ്മേ? പല ലോഡ്ജിലും റൂം എടുത്ത് കൂടാ. കണ്ടിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ് നിൽക്കാവോ? അയ്യോ, ഒരു മിനിറ്റ് അല്ല, എത്ര മണിക്കൂർ വേണേലും നിൽക്കാം. പക്ഷെ ഞങ്ങൾക്ക് അവരെ കണ്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. എങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പൊ വരാം. ആ, എന്റെ അൾമിരാന്ത് ബ്ലോനെ. എന്താ പറ്റി? മുട്ടിലൊരു വേദന. രാജേട്ടാ, റോയ്ച്ചന്റെ ബ്രദറും വൈഫും വന്ന് താഴെ നിൽക്കുന്നു. അവരോട് ഉണ്ടാകുന്ന കരുതി വന്നതാ. റോയ്ച്ചനും ഷൈനും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ വിളിച്ചിരുത്തിയാലോ? അവര് ലോഡ്ജിൽ മുറിയെടുക്കാൻ ആലോചിക്കാം. ഇപ്പോ എന്തുകൊണ്ടാണ് നീ പറയുന്നത്? നമ്മളിവിടെ ഉള്ളപ്പോ ലോഡ്ജിൽ മുറിയെടുപ്പിച്ച റോയ്ച്ചൻ എന്ത് വിചാരിക്കും? അവരിന്ന് വൈകിട്ടിന് എത്താതിരിക്കില്ലല്ലോ. എവിടെ വിളിക്കാനാ? പാലായ്ക്ക് പോയവരെ കോട്ടയത്ത് വിളിച്ചാ കിട്ടുവോ? നിനക്ക് തലയ്ക്ക് വട്ടാ. നേരാ, എനിക്കത് പോയില്ല. ആ, നിനക്കത് പോകത്തില്ല. നീ ആ താറാവുകാരൻ ആഹയുടെ മോളല്ലേ? താറാവിന്റെ മന്നത നിനക്കും ഉണ്ടേ. വരൂ, നമുക്ക് മുകളിലേക്ക് പോകാം. ആഹാ. സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്നമ്മോ. അവര് വരുന്നത് വരെ ഇവിടെ ഇരിക്കാം. അവരിന്ന് വന്നില്ലെങ്കിലേ നിങ്ങൾക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാവത്തില്ലയോ? ഏയ്, അവരിന്ന് വന്നില്ലെന്ന് വെച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാനുള്ള സൗകര്യം. ആ. അയ്യോ, ഇത് ഇതിയാന്റെ കൂടപ്പുറപ്പാ. വായുവിന്റെ ഉപദ്രവാ. ഒന്നും വിചാരിക്കില്ലേ? ഇല്ല, വാ. അയ്യോ, കെട്ടിയവനായിരിക്കുമല്ലയോ? അതെ. യോ, ശ്രീരാമനെയും പാർവതിയും പോലുണ്ട്. ശ്രീരാമനും പാർവതിയും അല്ല, ശിവനും പാർവതിയും. അയ്യോ, എനിക്കങ്ങ് പോയില്ല കേട്ടോ. എന്നാ ഏർപ്പാടാ? കൃഷിയാന്നോ? അല്ല, ഞാൻ ബാങ്കിലാ. അയ്യോ, ഇക്കാലത്ത് ചിട്ടി കമ്പനി ചേർന്ന എന്നാ കിട്ടാനാ? ദാരിദ്ര്യവാ അല്ലയോ? എനിക്ക് എനിക്ക് വയ്യ. ഒന്നും വിചാരിക്കല്ലേ. ഇച്ചായന് അത് അവിടെ ഉണ്ട്. അവിടെ ആയിരിക്കും അല്ലേ?
വെച്ചോ. പോയേച്ച് വരുമ്പോ ജീരോളം ചോദിക്കും. അല്ല, കൊച്ചു ബുദ്ധിമുട്ടണ്ട. അടുക്കള എവിടെയാണെന്ന് കാണിച്ചു തന്നാ മതി. ഞാൻ ഏറ്റ് ഒന്ന് പിടിച്ചോ. അവിടെ ആയിരിക്കും അല്ലേ?